ദൈവനാമത്തിൽ മഹത്വം ഉണ്ടാകട്ടെ. ഞാനിന്ന് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത് നമുക്ക് ഒരു ഐക്യ മനോഭാവം നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ഉണ്ടാകണം. നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ഒരു ഐക്യത നമുക്കുണ്ടാകണം. എങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് ജീവിതം നയിക്കുവാൻ തക്കവണ്ണം സാധിക്കുകയുള്ളൂ. ദൈവവുമായിട്ട് നമുക്കൊരു ഐക്യബന്ധം ഉണ്ടായിരിക്കണം. ഇവിടെ ഗലാത്യർക്കെഴുതിയ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഇപ്രകാരം പറയുന്നു. ഗലാത്യർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ, അന്യോന്യം ഭാരം ചുമപ്പിൻ, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ തക്കവണ്ണം സാധിക്കുകയുള്ളൂ എന്ന വചനം വളരെ വ്യക്തമായി പറയുന്നു. ഇവിടെ ഗലാത്യരുടെ പ്രത്യേകത എന്താണ്? നമുക്ക് മുന്നോട്ട് വായിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കും. അവർ ദൈവവചനത്തെ അത്രയധികം പരിഹസിക്കുകയും ദുഷിക്കുകയും ചെയ്തിരുന്ന ഒരു ജനസമൂഹമായിരുന്നു ഗലാത്യരെന്ന് പറയുന്നത്. അവരുടെ ജീവിതത്തിൽ അവർക്ക് എപ്പോഴും ദൈവസന്നിധിയിൽ അവർക്ക് മുന്നോട്ട് പോകുവാൻ തക്കവണ്ണം ഒരു പ്രാപ്തി അവരിലില്ലായിരുന്നു. അവരെപ്പോഴും പരീക്ഷിക്കപ്പെടുന്നതും അതുപോലെ തന്നെ ദൈവവചനത്തെ നിന്ദിക്കുന്നവരും ആയിത്തീരുന്നിരുന്നു. ഇവിടെ ഒരു കഥ പറയുവാൻ തക്കവണ്ണം ഞാൻ ആഗ്രഹിക്കുന്നു. ഈ സ്റ്റോറി ഇപ്രകാരമാണ് സംസാരിക്കുന്നത്. 2 സുഹൃത്തുക്കളുടെ കഥയാണ്. ഒരു രാജുവും ഗിദിയോനും തമ്മിലുള്ള കഥയാണ് ഞാൻ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. അവർ സഹോദരങ്ങളായിരുന്നു. അവരൊരുമിച്ചായിരുന്നു കച്ചവട ജീവിതം നയിച്ചിരുന്നത്. അവരുടെ ജീവിത മാർഗത്തിൽ ഉടനീളം സ്നേഹവും സമാധാനവും നിലനിന്നിരുന്നു. അവരെപ്പോഴും ആത്മീയ ജീവിതം നയിക്കുന്നവരായിത്തീരുന്നു. പെട്ടെന്ന് ഒരു ദിവസം അവരുടെ സന്നിധിയിൽ ഒരു പ്രശ്നം ഉണ്ടാകുന്നു. അവർ അന്യോന്യം മിണ്ടാതെയായി, അവർ അന്യോന്യം സംസാരിക്കാതെയായി. അവരുടെ ജീവിതം എപ്പോഴും നീണ്ടുകൊണ്ടിരുന്നു. അവരെപ്പോഴും അന്യോന്യം സംസാരിക്കാതെയും അവരെപ്പോഴും കഷ്ടങ്ങൾ പറയുകയും അന്യോന്യം വഴക്ക് പറയുകയും ചെയ്യുന്ന വ്യക്തികളായി മാറി. ഇപ്രകാരം മാറിയപ്പോൾ അവരുടെ ജീവിതശൈലിയിൽ മാറ്റമുണ്ടായി. അവർ നീചപ്രവർത്തികൾ അന്യോന്യം ചെയ്യുവാൻ തുടങ്ങി. അവർ താമസിക്കുന്നത് ഒരേ ഭവനത്തിലായിരുന്നു. അവർ മാറി താമസിക്കുവാൻ തുടങ്ങി. ഒരേ പുരയിടത്തിലായിരുന്നു അവർ താമസിച്ചിരുന്നത്. അവരുടെ ഭവനത്തിൻ്റെ നടുവിൽ കൂടെ ഒരു നദി ഒഴുകുന്നുണ്ടായിരുന്നു. അവർ ആഗ്രഹിച്ചിരുന്നു. രാജുവാണ് മൂത്ത പുത്രനായിരുന്നത്. അവൻ ആഗ്രഹിച്ചു, ഇനി എനിക്ക് എൻ്റെ ഇളയ സഹോദരൻ്റെ മുഖം കാണണ്ട, അതുകൊണ്ട് ഞാനൊരു മതിൽ തീർക്കും എന്ന് അവൻ നിശ്ചയിച്ചു. അവൻ അങ്ങനെ ഒരു പണിക്കാരനെ വിളിച്ച് ഒരു മതിൽ തീർക്കുവാൻ തക്കവണ്ണം ആഗ്രഹിച്ചു. അങ്ങനെ അവൻ മതിൽ തീർക്കുവാൻ വേണ്ടി അവൻ പണം ഏൽപ്പിച്ചു. ഞാൻ ഒരാഴ്ച ഇവിടെ കാണത്തില്ല, ഞാൻ ഒരാഴ്ച പുറത്തു പോകും. അത് ഞാൻ കഴിഞ്ഞു വരുമ്പോൾ, എൻ്റെ ബിസിനസ് ആവശ്യം കഴിഞ്ഞു വരുമ്പോൾ നീ ഈ മതിൽ പൂർത്തീകരിക്കുക എന്ന് അവിടെ ആ പണിക്കാരനോട് പറയുകയുണ്ടായി. അങ്ങനെ ആ പണിക്കാരൻ സമ്മതിച്ചു. രാജു കടന്നുപോയിട്ട് തിരിച്ചു വന്നപ്പോൾ കാണുന്നത് ആ അരുവിക്ക് കുറുകെ ഒരു പാലമാണ് കാണുന്നത്. രാജു അത്യധികം ദേഷ്യപ്പെട്ടു. എന്താണ് ഞാൻ നിർമ്മിക്കുവാൻ നിന്നോട് പറഞ്ഞത്? നീ എന്താണ് നിർമ്മിച്ചിരിക്കുന്നത്? ഇവിടെ പാലമാണോ ഞാൻ നിർമ്മിക്കുവാൻ പറഞ്ഞത്? മതിലല്ലേ നിർമ്മിക്കുവാൻ പറഞ്ഞത്? എനിക്ക് അവൻ്റെ മുഖം കാണണ്ട എന്ന് ഉറക്കെ ദേഷ്യപ്പെട്ടുകൊണ്ട് പണിക്കാരനെ അസഭ്യം പറഞ്ഞുകൊണ്ടിരിക്കുന്ന രാജുവിൻ്റെ അടുക്കലേക്ക് ഗിദിയോൻ ഓടി വരുന്നു. ഈ പാലത്തിലൂടെ ഓടി അവൻ്റെ അടുത്തേക്ക് വന്ന് അവനെ കെട്ടിപ്പുണരുന്നു. അപ്പോൾ കെട്ടിപ്പുണരുമ്പോൾ ആ രാജുവും അവനെ അത്യധികം സ്നേഹിക്കുന്നു, അത്യധികം കെട്ടിപ്പിടിക്കുന്നു. അവർ അത്യധികം സ്നേഹിക്കുന്നു. വീണ്ടും ആ പഴയ സ്നേഹം അവരിലേക്ക് കടന്നു വരുന്നു. ഇന്ന് ക്രിസ്തീയ ജീവിതത്തിലും നാം അപ്രകാരമായിരിക്കണം. നാം പാപത്തിൻ്റെ കാരണത്താൽ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നു. ദൈവത്തോട് നാം നീചപ്രവർത്തികൾ ചെയ്യുന്നു. ദൈവത്തിന് എതിരായി നാം പ്രവർത്തിക്കുന്നു. ഇന്ന് ദൈവസന്നിധിയിൽ മതിലുകളെ പണിയുന്നവരല്ല, പാലങ്ങളെ പണിഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ അടിമപ്പെട്ടുകൊണ്ട് ദൈവത്തിലേക്ക് കടന്നു വരുന്ന പൈതങ്ങളെയാണ് ദൈവത്തിന് ആവശ്യം. അപ്രകാരം ദൈവസന്നിധിയിൽ നാം കടന്നു വരുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ദൈവത്തിലുള്ള ഒരു ഐക്യതാ മനോഭാവമാണ്. ദൈവത്തിൻ്റെ വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് അടിയുറച്ചു നിന്നുകൊണ്ട് വിശ്വാസം നയിക്കുന്ന ഒരു സഭാവിശ്വാസിയാണ് ദൈവത്തിന് ആവശ്യം. ദൈവത്തിൻ്റെ ആവശ്യമായിരിക്കുന്നത് അപ്രകാരമുള്ളൊരു പൈതലിനെയാണ്. നിൻ്റെ ശരീരം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ മന്ദിരമാകുന്നു. ആ ദൈവത്തിൻ്റെ മന്ദിരത്തെ നശിപ്പിക്കുന്നവനെ ദൈവവും നശിപ്പിക്കുമെന്ന് വളരെ വ്യക്തമായി വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ദൈവത്തിൻ്റെ മന്ദിരത്തെ നീ വിശുദ്ധിയോടുകൂടി പരിശുദ്ധിയോടുകൂടി കാത്തു സൂക്ഷിക്കുക. അവനുമായി ഒരു ഐക്യത മനോഭാവം ഉണ്ടാക്കിയെടുക്കുക. അവൻ്റെ വിശ്വാസ ജീവിതം ഏറ്റവും മൃദുവായിരിക്കുന്നു, ഏറ്റവും സൗമ്യതയുള്ളതായിരിക്കുന്നു, ഏറ്റവും താഴ്മയുള്ളതായിരിക്കുന്നു. ആ മനോഭാവം നിൻ്റെ ശരീരത്തിലും ഉണ്ടാകട്ടെ, നിൻ്റെ ജീവിതത്തിലും ഉണ്ടാകട്ടെ. നിനക്ക് ആത്മീയ വരങ്ങളെ ലഭിക്കട്ടെ, ആത്മീയ ജീവിതം നയിക്കുവാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു.
ഇവിടെ വചനം ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിൽ വീണ്ടും അപ്പോസ്തലനായ പൗലോസ് പ്രകാരം പറയുന്നു. എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം, ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്യും, ആത്മാവിൽ വിതയ്ക്കുന്നവൻ നിത്യജീവൻ കൊയ്യും. ഇവിടെ വചനം പറയുന്നു, നീ ജഡത്തിൻ്റെ വിത്താണ് വിതയ്ക്കുന്നത് എങ്കിൽ, ലോകത്തിൻ്റെ വിത്താണ് നിൻ്റെ ജീവിതത്തിലും വിശ്വാസ ജീവിതത്തിലും നീ വിതയ്ക്കുന്നു എങ്കിൽ നിനക്ക് കൊയ്യുവാൻ സാധിക്കുന്നത് നാശം മാത്രമാണ്. നിൻ്റെ വിശുദ്ധ മന്ദിരം നീ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് വചനം നിന്നെ ഓർമ്മപ്പെടുത്തുന്നു. എന്നാൽ നീ നിൻ്റെ വിത്ത് വിതയ്ക്കുന്നത് ആത്മീയ മനയിലാണ്, അല്ലെങ്കിൽ ആത്മീയ ജീവിതത്തിലാണ് എങ്കിൽ നിനക്ക് നിത്യജീവൻ പ്രാപിക്കുവാൻ തക്കവണ്ണം സാധിക്കുമെന്ന് അപ്പോസ്തലനായ പൗലോസ് ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നെ ഓർമ്മപ്പെടുത്തുന്നു. എന്താണ് ഈ ഗലാത്യർക്ക് ഇപ്രകാരം ഒരു വചനം എഴുതുവാൻ തക്കവണ്ണം കാരണമായി തീർന്നത്? നമുക്ക് അതിലേക്ക് കടന്നു പോകാം. ചരിത്രത്തിലേക്ക് നാം തിരിഞ്ഞു നോക്കുകയാണ് എങ്കിൽ AD 29-ാം നൂറ്റാണ്ടിൽ ഒരു കൂട്ടം മനുഷ്യർ ഗാൽ എന്ന പ്രദേശത്തേക്ക് കുടിയേറി പാർത്തു. ഇപ്രകാരം കുടിയേറി പാർത്ത ഈ മനുഷ്യരെയാണ് പിൽക്കാലത്ത് ഗലാത്യർ എന്ന് അറിഞ്ഞു വന്നത്, ഗലാത്യർ എന്ന് നാം അറിയുകയുണ്ടായത്. അവർക്ക് അവരുടെ ഇടയിൽ സുവിശേഷം അറിയിക്കുവാൻ, തൻ്റെ മിഷണറി യാത്രയിൽ സുവിശേഷം അറിയിക്കുവാൻ അപ്പോസ്തലനായ പൗലോസ് ഇവിടെ ഉണ്ടായിരുന്നു. അവർക്ക് അനേകം ദൈവിക നന്മകളും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വീണ്ടും വരവും, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജീവിതശൈലിയും, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശാന്തവും സൗമ്യതയുമുള്ള സ്വഭാവത്തെപ്പറ്റിയും രക്ഷാപദ്ധതിയെപ്പറ്റിയും അവരുടെ അത്യധികം ഗലാത്യരോട് അത്യധികം അപ്പോസ്തലനായ പൗലോസ് സംസാരിച്ചു. ഈ കാര്യമൊക്കെയും അവരെ പറഞ്ഞ് വിശ്വസിപ്പിച്ചതിന് ശേഷം അദ്ദേഹം അവിടെ നിന്ന് അടുത്ത പ്രദേശത്തേക്ക് യാത്രയായി. ഈ പ്രദേശങ്ങളിലേക്ക് യാത്രയായപ്പോൾ അവരുടെ വിശ്വാസ ജീവിതം തകർന്നു പോകുന്ന ഒരു അവസ്ഥയാണ് നമുക്കവിടെ കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നത്. ഒരു പക്ഷേ ഈ വാക്യത്തിലുടനീളം, ഗലാത്യർക്ക് സുവിശേഷത്തിലുടനീളം, അല്ലെങ്കിൽ ലേഖനത്തിലുടനീളം നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നത് എത്ര മനോഹരമായ ഭാഷയിലും എത്ര ഹീനമായ ഭാഷയിലും അവരെ സംസാരിക്കുകയും അതുപോലെ തന്നെ അവരോടൊത്ത് ശാസിക്കുകയും ചെയ്യുന്ന ഒരു അപ്പോസ്തലനായ പൗലോസിനെയാണ് നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നത്. ഗലാത്യരെ അത്രയധികം ശാസിക്കുന്ന ഒരു മനുഷ്യനെ, അല്ലെങ്കിൽ സുവിശേഷ പ്രവർത്തകനെ നമുക്ക് പൗലോസിൽ അവിടെ കാണുവാൻ തക്കവണ്ണം സാധിക്കും. അപ്പോസ്തലനായ പൗലോസ് വളരെ വ്യക്തതയോടും ശക്തമായും അവരോട് സംസാരിക്കുന്നത്, നീ ദൈവത്തിലേക്ക് തിരിച്ചു വരിക, വചനങ്ങളെ പരീക്ഷിക്കുന്നവനായിട്ടല്ല, ദൈവവചനത്തെ നീ നിന്ദിക്കുന്നവനായിട്ടല്ല, ദൈവത്തിൽ നിന്ന് മാറിപ്പോകുന്നവനായിട്ടല്ല, ദൈവത്തിൽ ഐക്യതയുള്ള മനോഭാവത്തോടുകൂടി നീ തിരിച്ചു വരുവാൻ തക്കവണ്ണമാണ് ഗലാത്യരുടെ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് അവരെ ഓർമ്മപ്പെടുത്തുന്നത്. ഈ ഗലാത്യരുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കള്ളപ്രവാചകന്മാരും കള്ളക്രിസ്തുക്കളും അവരുടെ ഇടയിലേക്ക് കടന്നു വന്നു. അവരിൽ നിന്ന് സത്യം മാറ്റിക്കളയുവാൻ തക്കവണ്ണം അവർ കടന്നു വന്നു. ആ ക്രിസ്തുവിൻ്റെ കഷ്ട അനുഭവങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ പങ്കപ്പാടുകളെക്കുറിച്ചും പാപത്തെക്കുറിച്ചും സംസാരിച്ച വചനങ്ങളെയെല്ലാം മറന്നുകൊണ്ട് ഈ കള്ളപ്രവാചകന്മാരും കള്ളക്രിസ്തുക്കളും അവരോട് പ്രവചിച്ച പ്രവചനങ്ങളും എല്ലാം വിശ്വസിച്ച് അവർ മുന്നോട്ട് പോകുന്ന ഒരു ഗലാത്യരെ നമുക്കവിടെ കാണുവാൻ തക്കവണ്ണം സാധിക്കും. ഈ ഗലാത്യരെയാണ് അപ്പോസ്തലനായ പൗലോസ് വളരെ വിഷമ രീതിയിലുമായ വ്യസനകരമായുള്ള ഭാഷകളിൽ അവരോട് സംസാരിക്കുന്നത്. ഇന്ന് എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയജനമേ, ഈ ലോകത്തിലായിരിക്കുമ്പോൾ നാം ഗലാത്യരെ പോലെ ആകാതെ കർത്താവായ യേശുക്രിസ്തുവിൽ ഐക്യതയുള്ള, അല്ലെങ്കിൽ വിശ്വാസ ജീവിതത്തിൽ ഐക്യതയുള്ള, വിശ്വാസം എന്താണോ, പ്രമാണങ്ങൾ എന്താണോ നമ്മെ പഠിപ്പിക്കുന്നത് അതിൽ ഉറച്ചു വിശ്വസിക്കുന്ന ഒരു ദൈവ പൈതലിനെയാണ് ദൈവത്തിനെന്ന് ആവശ്യം. ആ ആവശ്യം മുറുകെ പിടിച്ചുകൊണ്ട് ദൈവിക സഭയിൽ ഒന്നായി ഇരുന്നു കൊണ്ട് ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മെ എപ്പോഴും ഉദ്ബോധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് എപ്പോഴും നമ്മോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. നാം അതിനു വേണ്ടി ആയിരിക്കുക. ദൈവിക സഭയിൽ നാം ഏറ്റവും പ്രിയപ്പെട്ടവരായിരിക്കുക. ദൈവിക സഭയിൽ എന്ന് പറയുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരമാകുന്നു ദൈവസഭ. കൊരിന്ത്യർക്കെതിരെ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഇപ്രകാരമാണ് പറയുന്നത്, ദൈവിക സഭയിൽ നാം എപ്പോഴും ഒരുമയുള്ളവരായിരിക്കണം. പലവിധമാകുന്ന കഴിവുകളുള്ളവരാണ് ദൈവസഭയിലായിരിക്കുന്നത്. പലവിധമാകുന്ന താലന്തുകൾ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. ആ താലന്തുകൾ ദൈവനാമ മഹത്വത്തിനു വേണ്ടി ഭരമേൽപ്പിച്ച് നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത് ആവശ്യമായി തീർന്നിരിക്കുന്നു. കാരണം നാം ജീവിച്ചിരിക്കുന്നത് ഈ അന്ത്യനാളുകളിലാണ്. കർത്താവായ യേശുക്രിസ്തു വീണ്ടും വരുന്ന സമയം ആഗമമായി ആയിരിക്കുന്നു, ഏറ്റവും അടുത്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് നാം സഭയിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ പ്രവർത്തിക്കണം. അതിന് നമ്മുടെ താലന്തുകൾ എടുത്തു ഭരമേൽപ്പിക്കുക. ദൈവത്തിൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളാകുന്നു നാം ഓരോരുത്തരും. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശരീരമാകുന്ന ആത്മാവിൻ്റെ ഓരോ അവയവങ്ങളാകുന്നു നാം ഓരോരുത്തരും. ഒരു ശരീരത്തിൽ എപ്രകാരമാണോ അവയവങ്ങൾ പ്രവർത്തിക്കുന്നത്
അപ്രകാരമാണ് ഒരു സഭയിൽ വിശ്വാസികളും പ്രവർത്തിക്കുന്നത്. സഭയിൽ വിശ്വാസികൾ പ്രവർത്തിക്കുന്നതും അപ്രകാരമാണ്. ഒരു അവയവം ചെയ്യുന്നത് മറ്റൊരു അവയവത്തിന് ചെയ്യുവാൻ സാധ്യമല്ല. എന്നാൽ മറ്റൊരു അവയവം ചെയ്യുന്നത് അടുത്തൊരു അവയവത്തിനും സാധ്യമാകുന്നില്ല. അതുകൊണ്ട് നമ്മുടെ കഴിവുകൾ നാം പ്രകടിപ്പിക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു. ദൈവവചനം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സഭ വളരുന്നതിന് ഏറ്റവും പ്രധാനമായിരിക്കുന്നത് നാം മുന്നോട്ട് പോകണം. നമ്മുടെ താലന്തുകൾ ദൈവനാമ മഹത്വത്തിന് വേണ്ടി ഭരമേൽപ്പിക്കണം. ഇത് തന്നെയാണ് അപ്പോസ്തലനായ പൗലോസ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. സഭയിൽ നാം മുന്നോട്ട് പോകേണ്ടത് ആവശ്യമായിരിക്കുന്നു. നമുക്ക് വീണ്ടും ഐക്യതയിലേക്ക് കടന്നു വരുവാം. ഈ അവയവങ്ങളെല്ലാം ഒരുമിച്ച് പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ ആലയം വളരുകയുള്ളൂ, ദൈവത്തിൻ്റെ ആത്മാവ് വളരുകയുള്ളൂ, ദൈവത്തിൻ്റെ സുവിശേഷ വേല ഈ ലോകത്തിൽ ഉടനീളം സംസാരിക്കുവാൻ തക്കവണ്ണം കഴിയുകയുള്ളൂ. നാം ഒരുമിച്ച് പ്രവർത്തിക്കുക, ദൈവസന്നിധിയിൽ മാതൃകയുള്ളവരായിരിക്കുക. കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ എപ്രകാരം മാതൃകയുള്ളവനായിരുന്നു അപ്രകാരം നാമും മാതൃകയുള്ളവരായിരിക്കുക. ദൈവസന്നിധിയിൽ ഒരുമിച്ച് കരങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് മറ്റുള്ളവരെ സഹായിച്ചുകൊണ്ട് അന്യോന്യം ഭാരം ചുമന്നുകൊണ്ട് നാം മുന്നോട്ട് പോകുകയാണ് എങ്കിൽ തീർച്ചയായും നമുക്ക് വിജയിക്കുവാൻ സാധിക്കും. തീർച്ചയായും ദൈവസന്നിധിയിൽ ഐക്യതയുള്ളവരായി ദൈവസന്നിധിയിൽ മാറുവാൻ തക്കവണ്ണം സാധിക്കുമെന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. നമുക്ക് ഒരു വാക്യങ്ങളോട് വായിക്കാം. ഗലാത്യർക്ക് ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു: ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു, എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു എന്നും ജീവിക്കുന്നവർ ഇനി തങ്ങൾക്ക് വേണ്ടി മരിച്ച് ഉയർത്തവനായിട്ട് ജീവിച്ചിരിക്കേണ്ടതിന് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചിരിക്കുന്നു. ഇവിടെ വചനം പറയുന്നു, കർത്താവായ യേശു ക്രിസ്തു എല്ലാവർക്കും വേണ്ടി മരിച്ചിരിക്കുന്നു. നമ്മുടെ പാപങ്ങളെ മാറ്റുവാൻ തക്കവണ്ണം അവൻ നമുക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ യാഗമായി തീർന്നിരിക്കുന്നു. ആ കാൽവറി ക്രൂശിൽ യാഗമായി തീർന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ നാം വീണ്ടും ഓർക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൽ നാം നമ്മുടെ ഐക്യത പൂർത്തീകരിക്കുക. കർത്താവായ യേശു ക്രിസ്തുവുമായി ഒരു ഐക്യബന്ധം നാം ഇഴുകിച്ചേർത്ത് ഉണ്ടാക്കിയെടുക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാൻ സാധിക്കുകയുള്ളൂ. ദൈവിക നാമത്തിൽ നമുക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കുകയുള്ളൂ. ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഗലാത്യർക്ക് ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു: ഞാൻ നിങ്ങളോട് ഇരിക്കുമ്പോൾ മാത്രമല്ല എല്ലായ്പ്പോഴും നല്ല കാര്യങ്ങൾ എരിവുള്ളവരായി കാണിക്കുന്നത്. ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കുമ്പോൾ മാത്രമല്ല എല്ലായ്പ്പോഴും നല്ല കാര്യങ്ങൾ എരിവുള്ളവരായി കാണിക്കുക എന്ന് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഗലാത്യർക്ക് ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഇവരെ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. ദൈവത്തിൻ്റെ നന്മയുള്ള കാര്യങ്ങളിൽ നാം വീണ്ടും എരിവുള്ളവരായിരിക്കുക, എരിവോടുകൂടി പ്രവർത്തിക്കുക, ഉണർന്ന് പ്രവർത്തിക്കുക. ദൈവിക വചനത്തിൽ നാം എപ്പോഴും വീണ്ടും നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് നാം എരിവുള്ളവരായിരിക്കുക, ഉണർവോടുകൂടി പ്രവർത്തിക്കുക. നമ്മുടെ വിശ്വാസ ജീവിതം, പ്രവൃത്തിയിലില്ലാത്ത വിശ്വാസം എന്ന് പറയുന്നത് ചത്തതാകുന്നു എന്ന് വചനം പറയുന്നു. നമ്മുടെ പ്രവൃത്തി ഉണ്ടായിരിക്കണം. വിശ്വാസ ജീവിതത്തിൽ നാം എന്ത് വിശ്വസിക്കുന്നുവോ അത് അനുസരിച്ച് നാം പ്രവർത്തിക്കുക. ദൈവിക ആത്മാവിൽ ഒരുമിച്ച് നിന്ന് മുന്നോട്ട് പോകുകയാണ് എങ്കിൽ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധ്യമായി തീരും. ദൈവം നമ്മെ വീണ്ടും ഓർമ്മപ്പെടുത്തുന്നത് അത് തന്നെയാണ്. നാം ഒരുമയോടുകൂടി പ്രാർത്ഥിക്കുക, പ്രാർത്ഥനാ ജീവിതം നയിക്കുക. ദൈവസന്നിധിയിൽ എല്ലാവർക്കും ഒരു മാതൃകയായി, എല്ലാവർക്കും ഒരു പ്രദേശത്ത് വിളങ്ങി ശോഭിക്കുവാൻ തക്കവണ്ണം നാം മാതൃകയുള്ളവരായിത്തീരുക. നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ഐക്യതയുള്ളവരായിത്തീരുക. നമ്മുടെ താഴ്മ ജീവിതത്തിൽ ഐക്യതയുണ്ടായിരിക്കുക. കർത്താവായ യേശു ക്രിസ്തുവും അത് തന്നെയാണ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ നമ്മെ കാണിച്ചു തന്നിരിക്കുന്നത്. നാം താഴ്മയും വിനയവുമുള്ളവരായിരിക്കുക. വാക്യങ്ങൾ ഇപ്രകാരം പറയുന്നു. ഗലാത്യർക്ക് ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 25-ാമത്തെ വാക്യം പറയുന്നു: ആത്മാവിൽ നാം ജീവിക്കുന്നുവെങ്കിൽ അത് ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും ചെയ്യുന്നു. നാം അന്യോന്യം അസൂയപ്പെട്ടുകൊണ്ട് വ്രത അഭിമാനികൾ ആകരുത്. ഇവിടെ വചനം പറയുന്നു, നാം അന്യോന്യം അസൂയുള്ളവരായി വ്രത അഭിമാനികൾ ആകരുത്. എപ്പോഴും നമ്മുടെ കഴിവുകളിൽ പ്രശംസിച്ചുകൊണ്ട് മറ്റുള്ളവരെ നോക്കിയല്ല നാം ജീവിക്കേണ്ടത്. അവർ എന്ത് ചെയ്യുന്നു അതിൽ അസൂയപ്പെട്ടിട്ട് ഒരു കാര്യവുമില്ല. ദൈവാത്മാവ് അവനിൽ പ്രേരിതമായി അവൻ എന്തെങ്കിലും ദൈവസഭയ്ക്ക് വേണ്ടി ചെയ്യുന്നുണ്ട് എങ്കിൽ അതിലൊരിക്കലും നാം അസൂയപ്പെടരുത്. നമ്മളിലുള്ള കഴിവ് പുറപ്പെടുവിച്ചുകൊണ്ട് അല്ലെങ്കിൽ എടുത്തുകൊണ്ട് പ്രകടമാക്കിക്കൊണ്ട് ദൈവസന്നിധിയിൽ അസൂയയില്ലാതെ
നാം മുന്നിട്ട് കൊള്ളുക. ദൈവാത്മാവ് നമ്മളിലും പ്രവർത്തിക്കും. ദൈവാത്മാവ് നമ്മളിലും ഒരു അനുഭവം ഉണ്ടാക്കും. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ പ്രവർത്തിക്കുമ്പോൾ നാം ദൈവത്തിന് വേണ്ടി സംസാരിക്കും. ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ തക്കവണ്ണം ദൈവാത്മാവ് നമ്മളിൽ പ്രേരിതമാകുമ്പോൾ അനുഗ്രഹങ്ങൾ പ്രാപിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ മുന്നിട്ട് കൊള്ളും. ഇവിടെ വചനം പറയുന്നു, അന്യോന്യം വ്രതാഭിമാനികൾ നമ്മൾ ആകരുത്, അസൂയപ്പെടരുത്, നമ്മൾ മുന്നിട്ട് കൊള്ളുക, ദൈവസന്നിധിയിൽ ഉറച്ചു കൊള്ളുക. ഇവിടെ ഗലാത്യർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യത്തിൽ പറയുന്നു, ഞാൻ എത്ര വലിയ അക്ഷരത്തിൽ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു എന്ന് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പറയുന്നു. ഇവിടെ പറയുന്നത് അദ്ദേഹം തൻ്റെ സ്വന്തം കൈയാലാണ് ഈ വാക്യങ്ങളൊക്കെയും എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് അത്രയധികം പ്രാധാന്യമുള്ളതായിരിക്കുന്നു. ഈ ദൈവ മക്കൾ ദൈവത്തിൽ നിന്ന് മാറിപ്പോകുമ്പോൾ അത്രയധികം വ്യസന പൂർണ്ണനായി തീരുന്നു അപ്പോസ്തലനായ പൗലോസ്. അപ്രകാരം വ്യസനിക്കുമ്പോൾ ഗലാത്യർക്കെഴുതിയ ലേഖനത്തിൽ നാം വായിച്ച് നമ്മുടെ വിശ്വാസ ജീവിതം മുറുകെ പിടിച്ചുകൊണ്ട് ഗലാത്യരെ പോലെയല്ല, ദൈവത്തിൽ ഏറ്റവും പ്രിയപ്പെട്ടവരായി, ഏറ്റവും മഹിമയുള്ളവരായി മാറുവാൻ തക്കവണ്ണം ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ദൈവം നമ്മെ ഭരമേൽപ്പിക്കുന്ന കാര്യങ്ങളും ഇത് തന്നെയാണ്. നാം അന്യോന്യം ഭാരം ചുമക്കുന്നവരായി തീരുക, അന്യോന്യം ദൈവത്തിൽ സഹകരിക്കുന്നവരായി തീരുക. ദൈവത്തിൽ നല്ലൊരു മതിൽ കെട്ടുന്നവരായിട്ടല്ല, ദൈവസന്നിധിയിൽ ഏറ്റവും പ്രിയപ്പെട്ടവനായി നിരന്നുകൊണ്ട് ദൈവസന്നിധിയിൽ അടുത്തു നിന്നുകൊണ്ട് ദൈവവുമായിട്ടൊരു പാലം നിർമ്മിച്ചുകൊണ്ട് നാം മുന്നോട്ട് പോകുകയാണ് എങ്കിൽ നമുക്ക് വിജയിക്കുവാൻ സാധിക്കും. ദൈവം അങ്ങോട്ടും ഇങ്ങോട്ടും തൻ്റെ ദൂതന്മാരെ അയക്കും, നമ്മെ സംരക്ഷിക്കുവാൻ തക്കവണ്ണം, നമ്മുടെ ഈ ക്ഷമയുള്ള ജീവിതം സംരക്ഷിക്കുവാൻ തക്കവണ്ണം, നമ്മുടെ ഈ യൂണിറ്റിയുള്ള അല്ലെങ്കിൽ ഐക്യതയുള്ള ജീവിതം സംരക്ഷിക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തിയിരിക്കുന്നു. ദൈവം നമ്മെ ഭരമേൽപ്പിച്ചിരിക്കുന്നു. നമ്മുടെ ഹൃദയങ്ങളെ ദൈവം കൈവശമാക്കിയിരിക്കുന്നു. ആ ഹൃദയത്തെ ദൈവത്തിന് മഹത്വം കൊടുക്കുവിൻ. ആ ഹൃദയത്തിൽ ദൈവത്തിനെ ആരാധിപ്പിൻ. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കും. കർത്താവായ യേശുക്രിസ്തു പറയുന്നു, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ ആഹാരം കഴിക്കും, അത്താഴം കഴിക്കുമെന്ന് വചനം പറയുന്നു. അപ്രകാരം അത്താഴം കഴിക്കുവാൻ തക്കവണ്ണം ദൈവത്തിന് ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുക. ഗലാത്യരെ പോലെയല്ല, നാം ദൈവവചനത്തിൽ അധിഷ്ഠിതമായി നിന്നുകൊണ്ട് ദൈവം വാതിൽക്കൽ നിന്ന് മുട്ടുമ്പോൾ അവനായി നമ്മുടെ ഹൃദയങ്ങളുടെ വാതിലുകളെ തുറക്കുക. ഹൃദയങ്ങളുടെ വാതിലുകളെ തുറന്ന് അവനെ നിത്യതയിലേക്ക്, നമ്മളെ നിത്യതയിലേക്ക് നയിക്കുവാൻ തക്കവണ്ണം അവന് അവസരങ്ങൾ ഒരുക്കി കൊടുക്കുക. ദൈവവുമായിട്ട് ഐക്യമായി പ്രവർത്തിക്കുന്ന ഒരു മനോഭാവമാണ് നമ്മളിൽ ഉണ്ടാകേണ്ടത്. അപ്രകാരം ഒരു മനോഭാവം നമ്മളിൽ ഉണ്ടാകുമ്പോൾ ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കും. ദൈവത്തിൻ്റെ ചിന്താഗതി നമ്മളിൽ ഉണ്ടാകുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ള പ്രദേശത്ത് ഒരു വിളക്കായി ശോഭിക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധ്യമായി തീരും. നമ്മുടെ വിശ്വാസ വീരന്മാരെ നമ്മൾ നോക്കുകയാണ് എങ്കിൽ അനുഗ്രഹങ്ങൾ പ്രാപിച്ച് അവർ മതിയാവോളം ദൈവസന്നിധിയിൽ നിർമ്മിതമായി നിന്നുകൊണ്ട് ദൈവസന്നിധിയിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് അവർ നമുക്ക് കാണിച്ചു തന്ന വഴികളെ നാം ഭരമേൽപ്പിച്ചുകൊണ്ട് നിൽക്കുകയാണ് എങ്കിൽ ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കും. അവരുടെ ചിന്താഗതികൾ നമ്മളിലും ഉണ്ടാകും. ദൈവം പറയുന്നു, ഞാൻ നിന്നെ പണിഞ്ഞിരിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു ആകുന്നു നമ്മുടെ മൂലക്കല്ലായിരിക്കുന്നത്. വിശ്വാസ ജീവിതത്തിൽ നാം ഇടേണ്ട ആദ്യത്തെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തു ആകുന്നു. അവൻ തന്നെയാണ് നമ്മുടെ ജീവൻ, അവൻ തന്നെയാണ് നമ്മെ വളർത്തുന്നതും, അവൻ തന്നെയാണ് നമ്മളെ വിശുദ്ധീകരിക്കുന്നതും, അവൻ തന്നെയാണ് നമ്മെ നീതിമാനാക്കുന്നതും. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ഭാരപ്പെടേണ്ട കാര്യമില്ല, നാം ഒരിക്കലും ചിന്തിക്കേണ്ട കാര്യമില്ല. അവൻ്റെ സന്നിധിയിൽ ഐക്യതയോടുകൂടി ദൈവസന്നിധിയിൽ മുന്നോട്ട് പോകുകയാണ് എങ്കിൽ നമുക്ക് നമ്മുടെ സഭയെ വളർത്തുവാൻ തക്കവണ്ണം സാധിക്കും. നമ്മുടെ സഭയിൽ ഏറ്റവും പ്രിയപ്പെട്ടവനായി നിൽക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കും. മുന്നോട്ടുള്ള ജീവിതയാത്രയിൽ, വിശ്വാസ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. നമുക്ക് വായിക്കാം സങ്കീർത്തനങ്ങൾ 20-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം. നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് നൽകട്ടെ, നിന്റെ താല്പര്യമൊക്കെയും നിവർത്തിക്കട്ടെ. നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നൽകട്ടെ. നാം ആഗ്രഹിക്കുന്നതിലും ഉപരിയായി നടത്തുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത്. നമ്മുടെ ആഗ്രഹങ്ങൾ നിവർത്തിക്കുവാനും അതിലുപരിയായി അവൻ ചിന്തിക്കുമ്പോൾ അത് നമുക്ക് പ്രവൃത്തിയിൽ നമുക്ക് വലുതായി കാണുവാൻ തക്കവണ്ണം സാധിക്കും. അവൻ നമ്മൾ ചിന്തിക്കുന്നതിലും അതീതമായി നമ്മെ നടത്തുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത്. അപ്രകാരം സങ്കീർത്തനക്കാരൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ അവൻ നിനക്ക് ഉപരിയായി നൽകുക തന്നെ ചെയ്യും. അതുകൊണ്ട് നീ ഭാരപ്പെടേണ്ട കാര്യമില്ല, നിനക്ക് വീണ്ടും വീണ്ടും അനുഗ്രഹങ്ങൾ നൽകുക തന്നെ ചെയ്യും. ഒരിക്കലും നീ ഭാരപ്പെട്ട് നിലനിൽക്കേണ്ട കാര്യമില്ല. നിന്റെ ഹൃദയത്തിൽ പരമേൽപ്പിച്ചുകൊണ്ട്
അനുഗ്രഹങ്ങൾ പ്രാപിച്ചുകൊണ്ട് മുന്നോട്ട് പോകുകയാണ് എങ്കിൽ ദൈവം നിന്നെ ധാരാളമായി അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. നിൻ്റെ വിശ്വാസ ജീവിതം, ക്ഷമാപണമുള്ള വിശ്വാസ ജീവിതം, നിൻ്റെ ഐക്യബദ്ധതയുള്ള വിശ്വാസ ജീവിതം അനുഗ്രഹങ്ങളെ പ്രാപിച്ചുകൊണ്ട് മുന്നോട്ട് പോകട്ടെ. ദൈവം ഒരു വാക്യം കൂടെ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. സങ്കീർത്തനങ്ങൾ 20-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം, ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുന്നു, ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ കീർത്തിക്കും. ഇവിടെ വചനം പറയുന്നു, ചിലർ കുതിരകളിലും ചിലർ രഥങ്ങളിലും ആശ്രയിക്കുന്നു. അപ്പോഴും നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നു, അവർ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, എൻ്റെ കുതിരകളും അല്ലെങ്കിൽ രഥങ്ങളും എന്നെ എത്രയധികം വേഗത്തിൽ എത്തിക്കുവാൻ സാധിക്കുമോ അത്രയധികം എനിക്ക് വേഗത്തിൽ പോകുവാൻ തക്കവണ്ണം സാധിക്കും. എൻ്റെ ജീവിതത്തിൽ എനിക്ക് പ്രധാനമുള്ളത് ഇതൊക്കെ തന്നെയാണ്. പല സ്ഥലങ്ങളും എനിക്ക് പ്രധാനമാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ നേടിയ വിശ്വാസങ്ങൾ അല്ലെങ്കിൽ ഞാൻ നേടിയ സ്ഥലങ്ങളെല്ലാം എനിക്ക് പ്രധാനമാണ് എന്ന് ചിലർ ചിന്തിക്കാറുണ്ട്. ആ ചിന്തകളെല്ലാം നിങ്ങൾ വിശ്വസിക്കുക. അത് ചിന്തകളിലെല്ലാം നിങ്ങൾ മാറി ചിന്തിക്കേണ്ടത് അത്യാവശ്യമാകുന്നു. നിങ്ങളുടെ വിശ്വാസ ജീവിതമല്ലാതെ നിങ്ങളുടെ ഒരിക്കലും ഒരു ലോകത്തിൻ്റെ ഒരു മോഹങ്ങളോ അല്ലെങ്കിൽ ലോകത്തിൻ്റെ ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ലോകത്തിലെ ഒരു സാധനമോ നിങ്ങൾക്ക് ഒരിക്കലും ആശ്വാസം നൽകുകയില്ല. ഒരിക്കലും അതിൽ ആശ്രയിക്കേണ്ട കാര്യവുമില്ല. പലപ്പോഴും അങ്ങനെ ആശ്രയിക്കുമ്പോഴാണ് നമ്മുടെ വിശ്വാസ ജീവിതം തകർന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നു, ഞാൻ അപ്രകാരം ഒരു ചിന്താഗതി ഉള്ളവനല്ല, എൻ്റെ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, അവൻ്റെ നാമത്തെ ഞാൻ കീർത്തിക്കുന്നു. അപ്രകാരം കീർത്തിക്കുമ്പോൾ ദൈവം എന്നെ ധാരാളമായി അനുഗ്രഹിക്കുമെന്നുള്ള ഉറച്ച വിശ്വാസം സങ്കീർത്തനക്കാരനുണ്ട്. ഈ ചിന്താഗതിയുള്ള അല്ലെങ്കിൽ ലോകത്തിൻ്റെ മോഹങ്ങളിലൂടെ ആശ്രയിക്കുന്ന വ്യക്തികൾക്ക് അവരെന്ത് ചെയ്യും? കുനിഞ്ഞു വീണു പോകുമെന്ന് സങ്കീർത്തനക്കാരൻ താഴോട്ട് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കുന്നു. അവർ കുനിഞ്ഞു വീണു പോയി, അവർക്ക് എഴുന്നേൽക്കുവാൻ പോലും ശക്തിയില്ല. പക്ഷേ ദൈവത്തിൻ്റെ നാമത്തിൽ കീർത്തിക്കപ്പെടുന്നവർ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ നാമത്തെ കീർത്തിക്കപ്പെടുന്നവർക്ക് ദൈവത്തിൻ്റെ രക്ഷയുണ്ട്, ദൈവത്തിൻ്റെ ചിന്താഗതിയുണ്ട്, ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ അവർക്ക് സാധിക്കും. എപ്പോഴും ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത്, ദൈവത്തിൻ്റെ വിശ്വാസ ജീവിതത്തിൽ ഐക്യതയുള്ളവരായി ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഗലാത്യരെ പോലെയല്ല ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ജീവിതം നയിക്കുവാൻ നിനക്ക് സാധിക്കട്ടെ. എപ്പോഴും ദൈവവചനങ്ങളെ പരിഹസിക്കുന്നവരായിട്ടല്ല, ദൈവവചനങ്ങളിൽ നിന്ന് മാറി ചിന്തിക്കുന്നവരായിട്ടല്ല, ദൈവവചനങ്ങളിൽ ആശ്വസിച്ചുകൊണ്ട് ദൈവവചനങ്ങളിലെ വിശ്വാസങ്ങളിൽ മുറുകെ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ഐക്യതാ മനോഭാവം നിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. നിൻ്റെ വിശ്വാസ ജീവിതം അപ്രകാരം നയിക്കപ്പെടുന്ന ഒരു വിശ്വാസ ജീവിതം ആയിരിക്കട്ടെ എന്ന് ഞാൻ ശുഭാപ്തി വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് ഉപസംഹരിക്കുവാൻ ആഗ്രഹിക്കുന്നു. നിൻ്റെ ആത്മീയ ജീവിതം ആത്മാർത്ഥതയുള്ളതായി ദൈവത്തോട് ഏറ്റവും പ്രിയപ്പെട്ടവനായി മാറുവാൻ തക്കവണ്ണം നിനക്ക് സാധിക്കട്ടെ. നിൻ്റെ സഭകളിലായി നീ പ്രതിനിധീകരിക്കുന്ന സഭകളിലായിരുന്നാലും നീ പ്രതിനിധീകരിക്കുന്ന പ്രദേശങ്ങളിലായിരുന്നാലും നിനക്ക് അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ഉറക്കെ വിശ്വസിച്ചു പറഞ്ഞുകൊണ്ട് പ്രകീർത്തിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് ഉപസംഹരിക്കുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നമുക്കൊരു നിമിഷം കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനും നിത്യനും നീതിയുമുള്ള ദൈവമേ കർത്താവേ, അടിയതാ ദൈവമേ, അങ്ങയുടെ വചനങ്ങൾ ശ്രവിച്ചിരിക്കുന്ന എല്ലാവരെയും നിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ആ വചനങ്ങൾ ദൈവമേ അവരുടെ ഹൃദയങ്ങളിൽ ആണിക്കല്ലാകുവാൻ, അവർ എപ്പോഴും ഒരു ക്ഷമയുള്ളൊരു ജീവിതം നയിക്കുവാനും അങ്ങയിൽ ഐക്യമത്യത്തോടുകൂടി തന്നെ ജീവിക്കുവാനും നീ അവിടുന്ന് സഹായിക്കണം. മാനവും മഹത്വവും എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.